ബോസിൽ ഈ ആഴ്ച ഫാമിലി വീക്ക് ആണല്ലോ. അപ്പോൾ കണ്ടസ്റ്റൻസിന്റെ ഫാമിലിയൊക്കെ ഇങ്ങനെ സർപ്രൈസ് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഋഷിന്റെ, അർജുന്റെ, ശ്രീതുന്റെ, അൻസുബിന്റെ ഒക്കെ ഫാമിലി വന്നു. പക്ഷേ പേഴ്സണലി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ജിൻഡോന്റെ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ പ്രമോ കണ്ടു ജിൻഡോന്റെയും നന്ദിനിന്റെയും ഫാമിലി വരുന്നതായിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ അവരെ കാണാൻ വേണ്ടി ഇരിക്കുക. കാരണം ജിൻഡോ വന്ന സമയം മുതൽ ആ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കൊക്കെ മുതൽ തന്നെ ഈ അമ്മയുമായിട്ടുള്ള ഒരു അഫെക്ഷൻ നമുക്ക് മനസ്സിലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നത് അമ്മയിലാണ്. അമ്മയുമായിട്ട് അത്രമാത്രം അറ്റാച്ച്ഡ് ആണ് ജിൻഡോ എന്ന വ്യക്തി. അപ്പം ജിൻഡോന്റെ വാക്കുകളിലൂടെയാണ് നമ്മളെല്ലാം അമ്മയെ അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ മദേഴ്സ് ഡേയുടെ സമയത്താണെങ്കിലും അമ്മ മെസ്സേജസ് ഒക്കെ തരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരു എന്താ പറയുക, അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക അടുപ്പം, അത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ ഫാമിലിയെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുവാണേ. അത് പിന്നെ രണ്ടാമത്തെ ആളാണ് നന്ദന സ്റ്റോറി പറഞ്ഞപ്പം പറഞ്ഞു, ആ കുട്ടി ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വന്ന് ചെറിയ പ്രായത്തിൽ തന്നെ വീട് നോക്കുന്ന അമ്മയെ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് മകളെ വളർത്തി. അപ്പം എന്താ പറയുക, ആ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു നല്ല പെൺകുട്ടി. പ്രായത്തിനേക്കാളിലും ഉള്ളൊരു പക്വതയുള്ള ഒരു കുട്ടിയാണ് നന്ദന വന്ന സമയത്ത് അവരുടെ ആ ഒരു വേ ഓഫ് ടോക്കിങ്ങും അവളുടെ സംസാരത്തിന്റെ സ്റ്റൈൽ തന്നെ ഒരു ഡിഫറൻ്റ് ആണ്. എടുത്തു ചാടിയുള്ള ഒരു സംസാരം, ഇപ്പം അടിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം, അതൊക്കെ ആ മോള് വളർന്നു വന്ന ആ ഒരു എന്താ പറയുന്നത്, ചിലപ്പം തൻ്റെ ഇടം അവൾക്ക് സ്വന്തമായി കിട്ടിയതായിരിക്കും. കാരണം അവൾ ഒറ്റയ്ക്ക് വളരുന്ന ഒരു കുട്ടി, അമ്മ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറെയുള്ള ഒരു പെൺകുട്ടി, അങ്ങനെ ആയി പോകും. അത് ഒരാളുടെയും കുറ്റമല്ല. ഇപ്പം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ആ കുട്ടി എന്തുകൊണ്ട് ബോൾഡായി സംസാരിക്കുന്നു. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താടാ എന്ന് തിരിച്ച് ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം ആ കുട്ടിക്ക് വന്നത് കുട്ടി വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന്. അത് നല്ലൊരു കാര്യമാണ്, വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. എന്താ ഒരു പെൺകുട്ടിക്ക് വേണ്ടത് എന്താണ്? തൻ്റെ ഇടം തന്നെയാണ്, ധൈര്യമാണ്. സമൂഹത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ ഒരു ധൈര്യം തൻ്റെ ഇടമൊക്കെ വേണം. അത് ആ കുട്ടിക്കുണ്ട്. അപ്പോൾ വന്ന സമയത്തൊക്കെ ഭയങ്കര നെഗറ്റീവ് കുട്ടിക്കുണ്ട്. കുട്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇവളെന്താ ഇങ്ങനെ സംസാരിക്കും, നമുക്ക് ആളെ അറിയില്ലല്ലോ. അപ്പം അമ്മ, അതായത് അവളെ അത്രയും കഷ്ടപ്പെട്ട് നോക്കൂ, ഈ ചെറിയ പ്രായത്തിൽ ബിഗ് ബോസിൽ വന്നു. എത്രയോ പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. അപ്പം അത്രയും പേരുടെ ഇടയ്ക്കൊന്ന് ഒരു സാധാരണക്കാരിയായ ഒരു കുട്ടി ബിഗ് ബോസിലേക്ക് വരണമെങ്കിൽ ആ കുട്ടി എന്തോ ആണ് അല്ലേ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവളെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന അമ്മ ഇന്ന് ബിഗ് ബോസിൽ വരുവാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഫേക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്ര 66 ദിവസങ്ങളൊക്കെ ആയിട്ടും ആ ഫേക്കാണ് എന്ന് തോന്നാത്ത ഒരാൾ ജിൻഡോയാണ്, പിന്നെ നന്ദനയാണ്. ഇവർ രണ്ടുപേരും എനിക്ക് ജെനുവിനായിട്ട് നിൽക്കുക. അവരെന്താണോ അവരങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അവരൊരു എന്താ പറയുക, പുറമേ ഒരു മുഖം മൂടി എടുത്തണിഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല. അവരെന്താണോ അങ്ങനെ തന്നെ നിൽക്കുന്നു, റിയാക്ട് ചെയ്യുന്നു. ജിൻഡോയ്ക്കൊക്കെയാണ് എന്ത് പറയുന്നത് പോലും അറിയത്തില്ല ചില സമയത്ത്. ചില ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്കും ജിൻഡോ പെരുമാറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൂടെ അയ്യോ ഇതെന്താ ഇത് നമുക്കൂടെ തലാൻ തോന്നും. അങ്ങനത്തെ ചില സംസാര രീതികളൊക്കെ വരും. പക്ഷെ പുള്ളി അങ്ങനെയാണ്, പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അതുപോലെയാണ് നന്ദനെ. ജാസ്മിനോട് പിടിച്ച് നിൽക്കാൻ കപ്പാസിറ്റിയുള്ള ഒരേ ഒരാളാണ് ബിഗ് ബോസ് ഹൗസിൽ നന്ദനയാണെന്ന് നമുക്ക് ഒട്ടും എന്താ പറയുക, രണ്ടാമതൊന്നും ചിന്തിക്കാൻ പോലും അതിൻ്റെ കാര്യമില്ല. രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ജാസ്മിനോട് കട്ടക്ക് നിൽക്കുന്ന ഒരേ ഒരാൾ അവിടെ നന്ദനയാണ്. അപ്പം അങ്ങനെ ഒരു പേടിയുള്ള കുട്ടിയല്ല നന്ദന. അപ്പോൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവരെ അങ്ങനെ ആക്കി. നമ്മളെല്ലാവരും ഈ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഫാമിലീസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വരുന്നതും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ സംസാരങ്ങളും അവരവരുടെ എക്സ്പീരിയൻസ് മക്കളെ കൊണ്ടുള്ളതൊക്കെ ഇങ്ങനെ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഫാമിലി വരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത് ആ ആളുടെ ഫാമിലിയാണ് അല്ലേ. അമ്മയ്ക്കും അച്ഛനും പിന്നെ സഹോദരങ്ങൾക്കും ആ കുടുംബത്തിൽ മറ്റംഗങ്ങളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു വ്യക്തിയെ ആ വ്യക്തിയായിട്ട് രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. പ്രത്യേകിച്ചും അച്ഛനും അമ്മയ്ക്കും. നമ്മുടെ സംസാര രീതി, നമ്മുടെ പെരുമാറ്റ രീതി, നമ്മളുടെ ആശയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള എന്താ പറയുക, മറ്റുള്ളവരോടുള്ള സമീപനം, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അപ്പോൾ അതെങ്ങനെയായാലും മക്കൾ നല്ലതായാലും ചീത്തയായാലും പറഞ്ഞു കേട്ടിട്ടില്ലേ, മക്കൾ നല്ലതായാലും ചീത്തയായാലും അമ്മമാർക്കാണ് അതിൻ്റെ കുഴപ്പം. നല്ലതായാൽ പറയാം, കണ്ടോ പിന്നെ എന്താ പറയുക, അവൾ നല്ലപോലെ വളർത്തി, അതുകൊണ്ട് മോൻ നല്ലതായാലും മോൾ നല്ലതായെന്ന് പറയും. ചീത്തയാക്കി പറയും, അവൾ എങ്ങനെയാണോ മക്കളെ വളർത്തുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെയായാലും അമ്മമാർക്കാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം അമ്മമാർക്ക്, എൻ്റെ ചിന്താഗതി എങ്ങനെയാണ് കേട്ടോ, അമ്മമാർക്ക് മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ മുമ്പോട്ടുള്ള ജീവിത രീതികളിലും എല്ലാം അമ്മമാർക്ക് ഭയങ്കര ഒരു സ്വാധീനം ചെലുത്താനായിട്ട് പറ്റും. ബിഗ് ബോസ് ഹൗസിൽ ഫേക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അഭിനയിച്ച് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ അഭിനയങ്ങളൊന്നും വേണ്ടാത്ത ഒരു സ്ഥലമുണ്ട്. ഇതാണ് അമ്മയുള്ള സ്ഥലം. അപ്പോൾ അമ്മയുടെ അടുത്ത്, അമ്മയുടെ സമീപത്തിൽ നമുക്ക് നമ്മൾ അഭിനയിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താണോ അങ്ങനെ തന്നെ അമ്മമാർ മനസ്സിലാക്കും. നമ്മുടെ കണ്ണുകളിൽ നിന്ന് അമ്മമാർ മനസ്സിലാക്കും നമ്മുടെ വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, അതങ്ങനെ നിരാശ എന്തുണ്ടെങ്കിലും അവരുടെ അടുത്തിരുന്നാൽ ചിലപ്പോൾ അത് മാറിപ്പോകും. അപ്പം അതാണ് അമ്മയിടങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ അടുത്ത് അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ജിൻഡോയുടെ ആ പ്രമുഖ തന്നെ ജിൻഡോ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് മടിയിൽ ഇങ്ങനെ തലചാച്ചിരിക്കുന്ന ഒരു സീക്വൻസ് ഞാൻ കണ്ടു. അപ്പോൾ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസങ്ങളായി അവർ കാണുന്നില്ല. ഈ കണ്ടസ്റ്റൻസിനെ വീട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ പുറത്തൊരു ലോകമായിട്ടൊരു ബന്ധവുമില്ല. അവർക്ക് കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ വളരെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അത് ഈ പണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയ ആൾക്കാർക്ക് മനസ്സിലാവും ആ ഒരു അവസ്ഥ. കാരണം
ഇന്നത്തെ പോലെ ഫേസ് ടൈം ഒന്നുമില്ല, വാട്സാപ്പില്ല, ഫേസ്ബുക്കിലൊന്നുമില്ല അല്ലേ. ഇവരെന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ 10, 13, 14 ദിവസം കഴിഞ്ഞ് വേണം അവിടെ കിട്ടാൻ. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ലെറ്റർ എഴുതി അത് ഇവിടെ തിരിച്ച് കിട്ടി കഴിയുമ്പോഴത്തേനും 1 മാസം 1.5 മാസം എടുക്കും. ഈ 1.5 മാസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നത് മൂലം അറിയാതെ പരസ്പരം കാണുകയും കേൾക്കും ഒന്നും ചെയ്യാതെ ജീവിക്കുകയാണ് അന്നത്തെ പ്രവാസികളെ. ഇപ്പം നമ്മൾക്ക് എന്ത് ഭാഗ്യം ചെയ്തവരല്ലേ, ഒന്ന് ഇങ്ങനെ ഫോൺ എടുത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ വീട്ടുകാരെ കിട്ടും. അപ്പം ആ ഒരു സിറ്റുവേഷന്റെ വേറൊരു അവസ്ഥാന്തരം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 66 ദിവസമൊക്കെ കഴിയുമ്പോൾ ഫാമിലിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതാ ഋഷിയുടെ അമ്മ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാട്ടും ആ ഒരു സീനൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ പറയുന്നത്, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ വ്യക്തിയിൽ ഒരു സങ്കടം, മനുഷ്യന്റെ ഉള്ളിലൊരു വിഷമം വരും. പ്രത്യേകിച്ചും പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാടും വീടും ഒക്കെ ആയിരിക്കും അല്ലേ. നമ്മുടെ ഫാമിലി ടൈം ആയിരിക്കാം. വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ നമ്മളൊന്ന് കണ്ണടച്ച് ഓർക്കുവാണെങ്കിലോ മഴയുള്ള വൈകുന്നേരങ്ങൾ, എല്ലാവരും കൂടി ഇരുന്നുള്ള ഒരു ചായ കുടിക്കുന്ന വൈകുന്നേരങ്ങൾ, വിശേഷ ദിവസങ്ങൾ, ക്രിസ്മസ്, ഈസ്റ്റർ, പെരുന്നാൾ, ഓണം, നമ്മുടെ വിശേഷ ദിവസങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്ന ആ ഒരു സന്തോഷ ദിവസങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രവാസികളായി കഴിയുമ്പോൾ മിസ് ചെയ്യാൻ തുടങ്ങുന്ന സംഭവങ്ങളാണ്. അപ്പം ഇത് കാണുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ അങ്ങ് പൈസ ഉണ്ടാക്കാൻ അങ്ങ് പോകണമായിരുന്നു എന്ന്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ജീവിക്കണ്ടേ. നമുക്ക് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ഭാര്യ, ഭർത്താവ്, മക്കൾ എന്ന് പറഞ്ഞാൽ മാറ്റപ്പെട്ടു തുടങ്ങും. പക്ഷെ നമ്മുടെ വേരുകൾ എന്ന് പറയുന്നത് എപ്പോഴും നാട്ടിലാണ്. പ്രവാസി ഇപ്പം ഗൾഫിലായാലും യൂറോപ്യൻ കൺട്രീസിലായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പ്രവാസികൾക്ക് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മുടെ ഉള്ളിൽ ആ ഒരു വേദന എപ്പോഴും ഉണ്ടാവും, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വേദന മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ബിഗ് ബോസിലെ ആ ഇവരുടെ ഫാമിലീസിന്റെ ഗെറ്റ് ടുഗദർ ഞാൻ എൻജോയ് ചെയ്യുന്നത് കാണാനായിട്ട്. കാരണം അവരുടെ ആ വിശേഷം പങ്കുവയ്ക്കലുകളും അവരുടെ ആ ഒരു കെട്ടിപ്പിടുത്തവും ആ ഒരു കുറച്ച് സമയമുണ്ടല്ലോ, അത് നമുക്കത് മനസ്സിലാവും. അവർ ഇത്രയും ദിവസം കാണാതിരുന്നിട്ട്, അവരിപ്പോൾ 66 ദിവസമേ ആയിട്ടുള്ളൂ കാണാതിരുന്നിട്ട്. അവര് പിന്നെ വ്യത്യാസമുണ്ട്. നമ്മൾ 2-3 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ ഫാമിലിയെ കാണാൻ പോകുന്നത്. നാട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, എല്ലാ പ്രവാസികളുടെയും ഫോണിനകത്ത് ഒരു കോൺടാക്ട് ഉണ്ടാവും, അമ്മ ഹോം, അച്ഛൻ ഹോം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്നും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് നമ്മൾ ഫ്രീ ആകുമ്പോൾ തന്നെ ഫോൺ എടുത്ത് ആദ്യം വിളിക്കുന്ന നമ്പർ അമ്മ ഹോം, അച്ഛൻ ഹോം അല്ലെങ്കിൽ വൈഫ് ഹോം എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വിഷമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വേദനകളിൽ, പ്രയാസങ്ങളിൽ, നിരാശകളിലൊക്കെ നമ്മുടെ ഒരു അഭയസ്ഥാനമാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനാണെങ്കിലും വേദനകൾ എന്തും ആയിക്കോട്ടെ, അതൊന്ന് വിളിച്ചിട്ട് നമ്മുടെ ആ ഒരു പ്രശ്നം പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാകത്തില്ലായിരിക്കാം. അവർക്ക് ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ അമ്മയാണ് നമ്മൾ വിളിച്ച് അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണെന്ന് പറയുമ്പോൾ പോട്ടട ഒന്നുമില്ല നമുക്ക് നോക്കാം എന്നാണ് അവർ പറയുന്നത്. അത് നമ്മുടെ ഒരു ആശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ് ശരിക്കും പ്രവാസികൾക്ക് നമ്മുടെ ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ആശ്രയ കേന്ദ്രം അല്ലേ, അങ്ങനെയല്ല പറയാം, നമ്മുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് പ്രവാസികൾക്ക് നമ്മുടെ നാട്ടിലെ വീടും നാടും വീട്ടുകാരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്മ ഹോം, അച്ഛൻ ഹോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോൺടാക്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് ഇപ്പോഴൊന്നും അതിന്റെ വില മനസ്സിലാവത്തില്ല. ആ റിങ്ങിന്റെ അവസാനം ആ കോൾ അറ്റൻഡ് ചെയ്തെടുത്ത് ഹലോ എന്ന് പറയാൻ ആ വീട്ടിലൊരാളുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ അമ്മ ഹോം, അച്ഛൻ ഹോം എന്നൊക്കെ പറഞ്ഞ് ആ റിങ് ചെയ്യുന്ന ആ നമ്പറിന്റെ ആ റിങ് ചെയ്യുന്ന അറ്റത്ത് ആ കോൾ എടുക്കാൻ ഒരാൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് ഞാൻ പറയും. കാരണം അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ എന്തെങ്കിലും ഒരു വിഷമം വരുമോ അല്ലെങ്കിൽ നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം വിചാരിക്കുന്ന വ്യക്തി നമ്മളുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ അച്ഛനായിരിക്കാം. അങ്ങനെയാണത്. എത്ര കല്യാണം കഴിഞ്ഞാലും അല്ലെങ്കിൽ മക്കളുണ്ടായി അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രായമായി അതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എത്ര പ്രായമുള്ളവരായിരിക്കട്ടെ, 10 വയസ്സോ 20 വയസ്സോ 30, 40, 50 ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ ആ ഒരു വ്യക്തികൾ ലോകത്തുള്ള കാലമാണ് നമ്മുടെയൊക്കെ സുവർണ്ണ കാലം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അവരൊന്ന് ഇല്ലാതായി നോക്കട്ടെ. ആ ഒരു സെക്കൻഡ് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അവർ നാളെ തൊട്ട് ഇവരിവിടെ ഇല്ല. അവർക്കൊന്നും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മളെ വന്നിട്ട് ദൂരെ ആയിരിക്കാം, പ്രവാസികളായിരിക്കുന്ന സമയത്ത് അവിടെ ദൂരെയാണ്. അവർക്ക് നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ അല്ലെ അടുത്തിരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരിക്കും. പക്ഷേ നമ്മൾ വിളിക്കുമ്പം ഹലോ ഓക്കെ അമ്മ അവിടെ ഉണ്ട് അല്ലെ അച്ഛൻ അവിടെ ഉണ്ട്, അതൊരു സമാധാനമാണ്. നമ്മുടെ ആ സമാധാനം ഇല്ലാതായി പോകുന്നൊരു സമയമുണ്ട്. ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങനെ ഒരുപാട് പേര് അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇല്ലാതായി പോയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, ആ വേദന മനസ്സിലാവുമായിരിക്കാം. അതൊരു വല്ലാത്ത വിഷമമാണ്. നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത കാലമാണ് നമ്മുടെ അച്ഛനും അമ്മയും ഉള്ള കാലം എന്ന് പറയുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ അത് തീർന്നു അവിടെ. അതുകൊണ്ടാണ് ബിഗ് ബോസിൽ ഈ ഒരു ഫാമിലി വിസിറ്റ് ഒക്കെ കാണുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നു. പറഞ്ഞ് കാട് കയറിപ്പോയി. ജിൻഡോ എന്ന വ്യക്തിയുടെ ഫാമിലിയും നന്ദനയുടെ ഫാമിലിയും കാണാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എപ്പിസോഡ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമ്പോഴത്തേക്കും എപ്പിസോഡൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം നാളെ വന്നിട്ട് ബാക്കി ശേഷം പറയാം.